ഭാരതമെന്ന ധർമ്മരാഷ്ട്രത്തിൻ്റെ പുനഃസംസ്ഥാപനമാണ് നവരാത്രിയിലൂടെ അർത്ഥമാക്കുന്നതെന്ന് വേദപ്രഭാഷകൻ സന്തോഷ് ചെത്തിക്കോട്. അധർമ്മികളുടെ കയ്യിലെ ആയുധങ്ങളെ ധർമ്മത്തിനു വേണ്ടി പൂജിച്ചുയർത്തിയതിൻ്റെ നിറവാണ് വിജയദശമി എന്നാണ് ഐതിഹ്യം. സന്തോഷ് ചെത്തിക്കോടിൻ്റെ വാക്കുകളിലേക്ക്. ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിലും നവരാത്രിയുടെ, ദസറയുടെ, ദസരാവിന്റെ, വിജയദശമിയുടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ നിന്നും വിജയ ഘോഷയാത്രകൾ നടക്കുകയാണ്. ദിഗ്വിജയ ഘോഷയാത്രകൾ, പ്രത്യാഗമന ഘോഷയാത്രകൾ നടക്കുകയാണ്. എന്താണ് പ്രത്യാഗമന ഘോഷയാത്രകൾ, ദിഗ്വിജയ ഘോഷയാത്രകൾ? ഈ ആഘോഷങ്ങളുടെ എല്ലാം പിന്നിൽ എന്താണ്? ഉറങ്ങാത്ത 9 രാവുകൾ എന്താണ്? അപ്പോൾ വിജയദശമിയുടെയും നവരാത്രിയുടെയും പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ശുഭമുഹൂർത്തത്തിൽ, ഈ ദൈവികമായിരിക്കുന്ന ദേവീ ചൈതന്യം തുളുമ്പുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ ഭാരതത്തിന്റെ മുഴുവൻ പൂർവികരെയും ഭക്ത്യാ നമസ്കരിക്കുന്നു, സ്മരിക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ നമ്മൾക്ക് സ്മരിക്കേണ്ടത്, വിസ്മരിക്കാനാവാത്തത് ഭഗവാൻ കൃഷ്ണനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വരമാണ്, വരപ്രസാദമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പോലെ. ഈ ധർമ്മരാഷ്ട്രം അദ്ദേഹം പ്രജകൾക്ക് സമർപ്പിച്ചതാണ്. കാരാഗ്രഹത്തിൽ ജനിച്ചവരാണ് കുരുക്ഷേത്രത്തിൽ ജയിച്ചത്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ധർമ്മയുദ്ധമായ കുരുക്ഷേത്ര ഭൂമിയിൽ 432 മണിക്കൂർ അദ്ദേഹം നിലയുറപ്പിച്ചത് ഈ ധർമ്മരാഷ്ട്രത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ശ്രീചക്രത്തിന്റെ കരുത്തുള്ള ചൂണ്ടുവിരലിനാൽ നവഖണ്ഡങ്ങളെ ചേർത്ത് വെച്ച് നവഭാരതത്തെ സൃഷ്ടിച്ചത് പൗരധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രജാധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ദ്വാപര യുദ്ധത്തിന്റെ പേര് തന്നെ എന്താണെന്നറിയോ? പ്രാർത്ഥന യുദ്ധമെന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാർത്ഥിച്ച യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ്വാപര യുദ്ധമാണ്. ആരോടാണ് ഈ ജനങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാലോ അത് ഭഗവാൻ കൃഷ്ണനോടാണ്. എന്തായിരുന്നു ആ ജനങ്ങളോട് പ്രാർത്ഥന? എന്താണെങ്കിലോ അത് ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ജീവന് വേണ്ടി, സുരക്ഷിതമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി. കാരണം അതുവരെയും രാജ്യസദസ്സിൽ പോലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിരുന്നു. ഗർഭപാത്രത്തിൽ പോലും ശിശുക്കൾ സുരക്ഷിതരായിരുന്നില്ല. പ്രാഗ്ജ്യോതിഷത്തിലെ നരകാസുരന്റെ തടവറയിൽ 16,100 യുവതികളെ നഗ്നരാക്കി പീഡിപ്പിച്ചിരുന്ന ഒരു കാലം. ദുര്യോധനാദികൾ ഉൾപ്പെടെയുള്ള നൂറ്റവന്മാർ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ വെച്ച് ബലിഷ്ഠമായി, മൃഗീയമായി കൊന്നു തള്ളിയിരുന്ന ഒരു കാലം. ജരാസന്ധൻ 18 പ്രാവശ്യം മധുരയിലെ സാധുജനങ്ങളെ ഉപദ്രവിച്ച് കൂട്ടക്കുരുതി നടത്തിയിരുന്ന ഒരു കാലം. എങ്ങും അറിവിന് പ്രാധാന്യം നഷ്ടപ്പെട്ട് ആയോധനങ്ങളുടെ ആചാര്യന്മാർ നാട് ഭരിച്ചിരുന്ന ഒരു കാലം. ആ അധർമ്മികളുടെ, ആസുരിക ശക്തികളുടെ കയ്യിൽ നിന്നും ആയുധം താഴെ വെപ്പിച്ച് ആ ആയുധങ്ങളെ ധർമ്മത്തിന് വേണ്ടി പൂജിച്ചുയർത്തിയ ധർമ്മരാഷ്ട്രത്തിന്റെ പിറന്നാളാണ് വിജയദശമി.